സെക്കൻഡ് സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷ് ഫസ്റ്റ് യൂണിറ്റ് ആണ് കേട്ടോ ഇന്ന് എടുക്കുന്നത്. എന്താ യൂണിറ്റിന്റെ പേര്? ആൻ അംബ്രല്ല ഫോർ ഓൾ. എന്താണ് അംബ്രല്ല എന്ന് പറഞ്ഞാല്? കുടയാണ്. ആൻ അംബ്രല്ല ഫോർ ഓൾ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവർക്കും കൂടി ഒരു കുട എന്നാണ് അല്ലെ. അവിടെ കണ്ടോ പിക്ചർ ഉണ്ട് അല്ലെ. ആ പിക്ചറിൽ എന്താ? കുറെ ക്രീച്ചേഴ്സ് ഉണ്ട് അല്ലെ, കുറെ ജീവികളുണ്ട്. ആരൊക്കെയാ ഉള്ളത്? റാബിറ്റിനെ കാണാം, ആന്റിനെ കാണാം, ബേർഡിനെ കാണാം അല്ലെ, മൗസ് ഉണ്ട്, ഒരു ബട്ടർഫ്ലൈനെ കാണാം, പിന്നെ ഒരു ഫ്രോഗിനെ കാണാം അല്ലെ. ഈ ഫ്രോഗ് എവിടെയാ ഇരിക്കുന്നത്? അതൊരു കൂണാണ് അല്ലെ, ഒരു മഷ്റൂം ആണ്. കൂണിന് നമ്മൾ പറയാം മഷ്റൂം എന്നാണ് കേട്ടോ. അപ്പൊ ഇവിടെ ഈ അംബ്രല്ല എന്ന് പറയുന്നത് എന്താന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? ഈ മഷ്റൂം ആണ് കേട്ടോ, ഈ ടൈനി മഷ്റൂം ആണ് ഈ അംബ്രല്ല എന്ന് പറയുന്നത് കേട്ടോ. മഷ്റൂം ആണ് കേട്ടോ. എന്താണ് ഈ ജീവികൾക്കെല്ലാം അംബ്രല്ല ആയിട്ട് മാറുന്നത്. അപ്പൊ നമുക്ക് ചാപ്റ്ററിലോട്ട് കിടക്കാം അല്ലെ. ഫസ്റ്റ് തന്നെ കംപ്ലീറ്റ് ആക്ടിവിറ്റീസ് ഇൻ പ്യൂപ്പ 1 to 4 എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ ഒരു ആക്ടിവിറ്റി ബുക്ക് ഉണ്ടായിരുന്നില്ല ഇംഗ്ലീഷിന്റെ, ബി ഹാവ് ആക്ടിവിറ്റി ബുക്ക്. ഈ കൊല്ലം ഉള്ളതാണ് പ്യൂപ്പ കേട്ടോ. അപ്പൊ നമുക്ക് അതിലെ പ്യൂപ്പയിലെ ഫസ്റ്റ് 1 to 4 ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ എല്ലാരും ആക്ടിവിറ്റി ബുക്ക് എടുക്കാം. ഫസ്റ്റ് ആക്ടിവിറ്റി എന്താണ്? ഹാവ് യു മെയ്ഡ് ദ പേപ്പർ ആൻഡ് പേസ്റ്റ് യുവർ ആൻഡ് ബിലോ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അതായത് നിങ്ങള് പേപ്പർ ആൻഡ് കടലാസ് ഉറുമ്പിനെ ഉണ്ടാക്കിയോ എന്ന് ചോദിച്ചിരിക്കുകയാണ്. ഉണ്ടാക്കിയ ആൻഡിനെ ഇവിടെ ചുവടെ എന്ത് ചെയ്യണം? ഒട്ടിക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പേസ്റ്റ് യുവർ ആൻഡ് ബിലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. പേപ്പർ ആൻഡ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ ടീച്ചർ ക്ലാസ്സിൽ കാണിക്കും. ഉണ്ടാക്കിയതിനു ശേഷം എന്ത് ചെയ്യണം? ഇവിടെ പേസ്റ്റ് ചെയ്യണം. പേസ്റ്റ് ചെയ്ത പേപ്പർ ആൻഡിനെ കുറിച്ച് 2 സെന്റൻസ് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാണ്ട് കേട്ടോ. ദിസ് ഈസ് ഡാഷ് എന്ന് തന്നിട്ടുണ്ട്, ഇറ്റ് ഈസ് ഡാഷ് എന്നും തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്താ ഇതാ? ഇതൊരു ആൻഡ് ആണ് അല്ലെ. അപ്പൊ എന്താണ്? ദിസ് ഈസ് ആൻ ആൻഡ് എന്നല്ലേ വരിക. അപ്പൊ അവിടെ എഴുതുക കേട്ടോ, ദിസ് ഈസ് ആൻ ആൻഡ്. ഇറ്റ് ഈസ് പിന്നെ എന്താ എഴുതാം? നമുക്ക് ഹാൻഡിന്റെ കളർ എഴുതാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അത് ബിഗ് സൈസ് ആണോ സ്മോൾ വൺ ആണോ അത് വെച്ചിട്ട് നമുക്ക് എഴുതാം കേട്ടോ. അപ്പൊ ഇറ്റ് ഈസ് നിങ്ങള് കളറാണ് എഴുതണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേസ്റ്റ് ചെയ്ത ആൻഡ് ബ്ലാക്ക് കളർ ആൻഡ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ എഴുതാ? ഇറ്റ് ഈസ് എ ബ്ലാക്ക് ആൻഡ് എന്ന് എഴുതാം. ഇനി റെഡ് ആൻഡ് ആണെങ്കിൽ എങ്ങനെയാ എഴുതാ? ഇറ്റ് ഈസ് എ റെഡ് ആൻഡ് എന്ന് എഴുതാം. ബിഗ് ആൻഡ് ആണെങ്കിൽ എന്ത് എഴുതാ? ഇറ്റ് ഈസ് എ ബിഗ് ആൻഡ് അങ്ങനെയും എഴുതാം. സ്മോൾ ആൻഡ് ആണെങ്കിൽ എന്ത് എഴുതാം? ഇറ്റ് ഈസ് എ സ്മോൾ ആൻഡ് എന്ന് എഴുതാം. ആക്ടിവിറ്റി 2 നോക്കുക. എന്താണ്? ലെറ്റ്സ് സിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. നമുക്ക് പാടാം എന്ന് പറഞ്ഞിരിക്കുകയാണ്. ആൻഡ്സ് ഓൺ ദ മൂവ്. ഉറുമ്പുകളുടെ ജാഥയാണ് അല്ലെ. കണ്ടോ കാണിച്ചിരിക്കുന്നത്? കണ്ടോ ഉറുമ്പുകൾ പോകുന്നത് കാണിച്ചിട്ടുണ്ട് അല്ലെ പിക്ചറില്. അപ്പൊ നമുക്ക് നോക്കാം അല്ലെ എന്താണ് സോങ് എന്ന്. Ants are marching, here they go, moving quickly to and fro, lifting food and seeds they find, carrying food for all their friends. Ants are busy every day, never they stop to rest or play, working every day, never they stop to rest or play. എന്താ ആദ്യത്തെ ലൈന്? Ants are marching, here they go എന്നാണ് അല്ലെ. എന്താണ്? ആൻസർ ഇതാ മാർച്ച് ചെയ്യണു എന്ന് പറയാണ്, ഇത് ജാഥ നടത്തുന്നു എന്ന് പറയാണ്. ഹിയർ ദേ ഗോ, അവരിതാ പോകുന്നു എന്ന് പറഞ്ഞിരിക്കുക അല്ലെ. മൂവിങ് ക്വിക്ലി ടു ആൻഡ് ഫ്രോ, എങ്ങനെയാ മാർച്ച് ചെയ്യുന്നത്? വേഗത്തിലാണ് അല്ലെ. വേഗത്തില് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുകയാണ് അല്ലെ. ദെൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ലിഫ്റ്റിംഗ് ഫുഡ് ആൻഡ് സീഡ്സ് ദേ ഫൈൻഡ്. എന്താണ്? അവര് കണ്ടെത്തിയ എന്താ ഫുഡും സീഡ്സും ഒക്കെ ലിഫ്റ്റ് ചെയ്തിട്ടാണ് അല്ലെ. എന്താണ്? പൊക്കിക്കൊണ്ടുപോവാണ് അല്ലെ. ക്യാരിയിങ് ഫുഡ് ഫോർ ഓൾ ദെയർ ഫ്രണ്ട്സ്, ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഫുഡ് കൊണ്ടുപോകുന്നു അല്ലെ. ആൻഡ്സ് ആർ ബിസി എവറി ഡേ. എന്താണ്? ഉറുമ്പുകൾ എപ്പോഴും തിരക്കായിരിക്കും അല്ലെ. നെവർ ദേ സ്റ്റോപ്പ് ടു റെസ്റ്റ് ഓർ പ്ലേ, അവരെന്താണ് ഒരിക്കലും വിശ്രമിക്കാനോ കളിക്കാനോ നിൽക്കുന്നില്ല അല്ലെ. വർക്കിംഗ് എവറി ഡേ, നെവർ ദേ സ്റ്റോപ്പ് ടു റെസ്റ്റ് ഓർ പ്ലേ. എന്താണ്? ജോലി ചെയ്തുകൊണ്ടേയിരിക്കുക, ജോലി തന്നെ എല്ലാ ദിവസം തോറും ജോലി തന്നെ. നെവർ ദേ സ്റ്റോപ്പ് ടു റെസ്റ്റ് ഓർ പ്ലേ, കളിക്കാനും വിശ്രമിക്കാനും നിൽക്കുന്നില്ല എന്നാണ് അല്ലെ സോങ്. ആക്ടിവിറ്റി 3 ഡ്രോ ദി ആൻഡ്സ് യു ഹാവ് സീൻ, കളർ ദം. എന്താണ്? നിങ്ങൾ കണ്ടിട്ടുള്ള ഉറുമ്പുകളെ വരച്ചിട്ട് നിറം കൊടുക്കൂ എന്ന് പറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ ഏതൊക്കെ കളറിലുള്ള ഉറുമ്പുകളെ കണ്ടിട്ടുണ്ട്? കറുത്ത ഉറുമ്പുകളെ കണ്ടിട്ടുണ്ടാവാം അല്ലെ. ബ്രൗൺ നിറത്തിലുള്ള ഉറുമ്പുകളെ കണ്ടിട്ടുണ്ടാവാം, റെഡ് കളർ ഉള്ള ഉറുമ്പുകളെ കണ്ടിട്ടുണ്ടാവാം, യെല്ലോ കളറുള്ള ഉറുമ്പുകളെയൊക്കെ കണ്ടിട്ടുണ്ടാവാം അല്ലെ. അപ്പൊ എന്ത് ചെയ്യാം? ഇവിടെ ഉറുമ്പുകളെ വരച്ചിട്ട് ബ്ലാക്കും ബ്രൗണും റെഡും യെല്ലോ ഒക്കെ കൊടുക്കുക കേട്ടോ. നെക്സ്റ്റ് ആക്ടിവിറ്റി 4 ഹാവ് യു ഒബ്സർവ് ദി ആൻഡ്സ്
നിങ്ങൾ ഉറുമ്പുകളെ നിരീക്ഷിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിരിക്കുക അല്ലെ. നൗ ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. യുവർ ടീച്ചർ വിൽ ഹെൽപ്പ് യു. കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, അത് ആൻസർ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. നിങ്ങളുടെ ടീച്ചർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ്? ഹൗ മെനി ആൻഡ്സ് ഡിഡ് യു സീ? നിങ്ങൾ എത്ര തരത്തിലുള്ള ഉറുമ്പുകളെ കണ്ടിട്ടുണ്ട് എന്നാ ചോദിച്ചിരിക്കുന്നത്. എന്താണ്? വിവിധ തരത്തിലുള്ള ഉറുമ്പുകളെ കണ്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ എന്താ എഴുതാം? ഐ സോ സെവറൽ ആൻഡ്സ് എന്ന് എഴുതാം, അല്ലെങ്കിൽ ഐ സോ എ ലോട്ട് ഓഫ് ആൻഡ്സ് എന്ന് എഴുതാം കേട്ടോ. ഇതിൽ ഏതെങ്കിലും ഒന്ന് എഴുതാം കേട്ടോ. വേർ ഡിഡ് യു സീ ദം? എവിടെയാണ് നിങ്ങൾ അവയെ കണ്ടത് എന്നാണ് അല്ലെ. നമ്മൾ എവിടേക്കാ ഉറുമ്പുകളെ കാണാറ്? ഒന്നുമില്ലെങ്കിൽ കോർട്ട്യാർഡിലായിരിക്കാം, മുറ്റത്ത് കാണാം അല്ലെ. ദെൻ വി ക്യാൻ സീ ഇൻസൈഡ് ദ ഹൗസ് അല്ലെ. നമ്മള് എന്താണ് വീടിന്റെ ഉള്ളിൽ കാണാം ഉറുമ്പുകളേനെ. പിന്നെ ഓൺ ദ ട്രീസ്, മരത്തിന്റെ മുകളിലൊക്കെ കാണാം. അപ്പൊ നമുക്ക് അങ്ങനെ എഴുതാം കേട്ടോ. വേർ ഡിഡ് യു സീ ദം എന്ന് ചോദിച്ചാൽ ഇൻസൈഡ് ദ ഹൗസ്, ഇൻ ദ യാർഡ് ആൻഡ് ഓൺ ദ ട്രീസ് എന്ന് എഴുതാം. വാട്ട് കളർ were they? അവയ്ക്ക് ഏതൊക്കെ നിറങ്ങളാണ് ഉണ്ടായിരുന്നത് എന്നാണ് കേട്ടോ. They were black, red, brown and yellow color. Were they big or small? എന്താണ്? അവ വലുതായിരുന്നോ ചെറുതായിരുന്നോ എന്ന് ചോദിച്ചിരിക്കുകയാണ്. നിങ്ങൾ ചെറിയ ഉറുമ്പുകളെയും കണ്ടിട്ടുണ്ടാവും, വലിയ ഉറുമ്പുകളെയും കണ്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ നമ്മൾ എങ്ങനെയാ എഴുതുക? some were big, some were small. ചിലത് വലുതായിരുന്നു, ചിലത് ചെറുതായിരുന്നു. വാട്ട് were they doing? എന്താണ് അവര് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാ ചോദിച്ചിരിക്കുന്നത് അല്ലെ. എന്താ നിങ്ങൾ കാണുന്ന സമയത്ത് ഉറുമ്പുകൾ എന്താ ചെയ്യുണ്ടാവുക? ഒരു മാർച്ച് ചെയ്ത് ഇങ്ങനെ പോകുന്നതാ കാണുക അല്ലെ. അതായത് ജാഥയായിട്ട് ഇങ്ങനെ പോകുന്നതല്ലേ കാണുക, വിരിക്കായിട്ട്. ഒന്നല്ലെങ്കിൽ എന്താണ് ഫുഡ് ക്യാരി ചെയ്യുന്നതാണ് കാണുക അല്ലെ. ഫുഡ് കൊണ്ടുപോകുന്നതല്ലേ കാണാറ്. അതങ്ങനെ എഴുതാം കേട്ടോ. they were marching എന്ന് എഴുതാം, അല്ലെങ്കിൽ they were carrying food. Now describe the ants you have seen. നിങ്ങൾ കണ്ടിട്ടുള്ള ഉറുമ്പുകളെ വിവരിക്കാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. നമ്മളിപ്പോ നേരത്തെ എഴുതിയില്ലേ, നമ്മള് എത്ര ആൻസിനെ കണ്ടു, അതുപോലെ തന്നെ അതിന്റെ നിറം എന്തായിരുന്നു, അതിന്റെ സൈസ് എന്തായിരുന്നു, ആ പോയിന്റ്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇത് ഡിസ്ക്രൈബ് ചെയ്യാം. ഐ സോ എ ലോട്ട് ഓഫ് ആൻസ്. ഐ സോ ദം ഇൻസൈഡ് ദ ഹൗസ്, ഇൻ ദ യാർഡ് ആൻഡ് ഓൺ ദ ട്രീസ്. They were black, red, brown and yellow in color. Some were big and some were small. They were marching while carrying food. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം കേട്ടോ. നമുക്ക് ഇനി യൂണിറ്റിലേക്ക് കടക്കാം കേട്ടോ. ഇവിടെ ഫസ്റ്റ് പിക്ചറിൽ എന്താണ്, ഒരു ആന്റിന്റെ പിക്ചർ ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അവിടെ മഴ പെയ്യുന്നതും കാണിച്ചിട്ടുണ്ട് അല്ലെ. A small ant was searching for food. Suddenly it started raining. I am all wet. Where shall I find shelter? The ant looked around. Small ant was searching for food. എന്താണ്? ഒരു കുഞ്ഞു ഉറുമ്പ് ഭക്ഷണം തേടി നടക്കുകയായിരുന്നു. സെർച്ചിങ് ഫോർ ഫുഡ് എന്ന് പറഞ്ഞാല് ഭക്ഷണം തേടി നടക്കുക കേട്ടോ. സഡൻലി ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്. എന്താണ് സഡൻലി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എന്താ ഉണ്ടായി? മഴ പെയ്യാൻ തുടങ്ങി. അപ്പൊ എന്താ ഉറുമ്പ് പറയുന്നത്? ഐ ആം ഓൾ വെറ്റ്. ഞാൻ ആകെ നനഞ്ഞു എന്ന് പറയുകയാണ് അല്ലെ. വേർ ഷാൾ ഐ ഫൈൻഡ് ഷെൽട്ടർ? എന്താണ്? ഞാൻ എവിടെ അഭയസ്ഥലം കണ്ടെത്തും എന്ന് ചോദിക്കുകയാണ് അല്ലെ. ഷെൽട്ടർ എന്ന് പറഞ്ഞാല് അഭയസ്ഥലം കേട്ടോ. ദ ആന്റ് ലുക്ക്ഡ് അറൌണ്ട്. എന്നിട്ട് എന്താണ് ഉറുമ്പ് ചെയ്യുന്നത്? ചുറ്റും നോക്കുക അല്ലെ, എവിടെയെങ്കിലും കയറി നിൽക്കാൻ പറ്റുമോ എന്ന് നോക്കുകയാണ് അല്ലെ. അവിടെ കണ്ടോ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. വേർ വിൽ ദ ആന്റ് ഗെറ്റ് ഷെൽട്ടർ? ഉറുമ്പിന് അഭയസ്ഥലം എവിടെ കിട്ടുമെന്ന് കേട്ടോ. നമുക്ക് നോക്കാം അല്ലെ. ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കണേ. ഹു വാസ് സെർച്ചിങ് ഫോർ ഫുഡ്? ആരാണ് ഭക്ഷണം തേടി നടക്കുന്നുണ്ടായിരുന്നത്? സ്മോൾ ആന്റ് അല്ലെ. എ സ്മോൾ ആന്റ് വാസ് സെർച്ചിങ് ഫോർ ഫുഡ്. വാട്ട് ഹാപ്പൻഡ് സഡൻലി? പെട്ടെന്ന് എന്താ സംഭവിച്ചത്? സഡൻലി ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ് അല്ലെ. പെട്ടെന്ന് മഴ പെയ്യാൻ തുടങ്ങി. വാട്ട് ഡിഡ് ദ ആന്റ് വാണ്ട് ടു ഫൈൻഡ്? എന്താണ് ഉറുമ്പിനെ കണ്ടെത്തേണ്ടിയിരുന്നത്? എന്തായിരുന്നു? മഴ പെയ്യാൻ തുടങ്ങി. അപ്പൊ എന്താ വേണ്ടിയിരുന്നത്? ഷെൽട്ടർ ആയിരുന്നു കണ്ടെത്തേണ്ടിയിരുന്നത് അല്ലെ. ദ ആന്റ് വാണ്ടഡ് ടു ഫൈൻഡ് ഷെൽട്ടർ. നമുക്ക് ആന്റിന് ഷെൽട്ടർ കിട്ടുമോ ഇല്ലേ എന്നൊക്കെ നോക്കാം അല്ലെ. എന്താ പറഞ്ഞിരിക്കുന്നത്? ലിസൺ ടു യുവർ ടീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അതായത് നിങ്ങളുടെ ടീച്ചർ പറയുന്നത് ശ്രദ്ധിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ദ ജെന്റിൽ റെയിൻ ടേൺഡ് ഇൻ ടു എ ഹെവി ഷവർ. ജെന്റിൽ റെയിൻ എന്ന് പറഞ്ഞാൽ ചാറ്റൽ മഴ, ചെറുതായിട്ട് പെയ്യില്ലേ. ചാറ്റൽ മഴ എന്തായിട്ട് മാറി? ഹെവി ഷവർ ആയിട്ട് മാറി, അതായത് ശക്തമായ മഴയായിട്ട് മാറി. ദ ആന്റ് വാക്ക്ഡ് ഫാസ്റ്റ്. എന്താണ് ഉറുമ്പ് ചെയ്ത? വേഗത്തിൽ നടന്നു അല്ലെ. ഫാർ അവേ ഹി സോ സംതിങ്. എന്താണ്? ദൂരെ അവൻ എന്തോ കണ്ടു. അപ്പൊ എന്താ അത് നമുക്ക് നോക്കാം കേട്ടോ. ദ ആന്റ് സോ എ ടൈനി മഷ്റൂം. ടൈനി എന്ന് പറഞ്ഞാല് ചെറിയ കേട്ടോ. മഷ്റൂം എന്ന് പറഞ്ഞാല് കൂൺ. ഉറുമ്പ് ഒരു ചെറിയ കൂൺ കണ്ടു. ഹി റാൻ ടുവാർഡ്സ് ദ മഷ്റൂം. അവൻ കൂണിന്റെ അടുത്തോട്ട് ഓടിയില്ലേ. എന്തിനായിരിക്കും? കൂണിന്റെ അടിയിൽ പോയിട്ടിരിക്കാനായിരിക്കും അല്ലെ. കൂൺ എങ്ങനെയാ? മഷ്റൂം എങ്ങനെയാ? ഇറ്റ് ലുക്സ് ലൈക്ക് ആൻ അംബ്രല്ല. അംബ്രല്ല പോലെയല്ലേ
കുട പോലെയല്ലേ, അപ്പൊ അതിന്റെ ചുവടെ പോയി നിൽക്കാനായിരിക്കും ഓടിയത് അല്ലെ. ഇറ്റ് വാസ് റെഡ് ഇൻ കളർ. മഷ്റൂമിന്റെ നിറം എന്തായിരുന്നു? ചുവപ്പ് നിറമായിരുന്നു കേട്ടോ. ദർ വർ യെല്ലോ സ്പോട്ട്സ് ഓൺ ഇറ്റ്. എന്താണ്? അതിന് മുകളില് മഞ്ഞ സ്പോട്ട്സ് പൊട്ടുകൾ ഉണ്ടായിരുന്നു. ഐ ഷാൾ മേക്ക് ഇറ്റ് ആൻ അംബ്രല്ല. എന്താണ് ഉറുമ്പ് പറയുന്നത്? ഇതിനെ ഞാൻ ഒരു കുടയാക്കും എന്ന് പറയാണ് അല്ലെ. ദ ആൻഡ് സാറ്റ് അണ്ടർ ഇറ്റ്. എന്താ ചെയ്ത ഉറുമ്പ്? അതിന്റെ അടിയിലിരുന്നു അല്ലെ. അവിടെ കണ്ട ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലെ, വാട്ട് ഡിഡ് ദ ആൻഡ് സീ? എന്താണ് ഉറുമ്പ് കണ്ടത് എന്ന് കേട്ടോ. എന്തിനാ കണ്ടത്? ദ ആൻഡ് സോ എ ടൈനി മഷ്റൂം. കൂണാണ് കണ്ടത് കേട്ടോ. ദ മഷ്റൂം ഈസ് ആൻ അംബ്രല്ല ഫോർ ദ ആൻഡ്. വൈ? ഉറുമ്പിന് മഷ്റൂം ഒരു കുടയാണ്. എന്തുകൊണ്ട് എന്നാ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. എന്തുകൊണ്ടാ കാരണം? മഷ്റൂം എന്തുപോലെ ഇരിക്കുന്നത്? ഇറ്റ് ലുക്സ് ലൈക്ക് ആൻ അംബ്രല്ല. ദ മഷ്റൂം ലുക്സ് ലൈക്ക് ആൻ അംബ്രല്ല. ഉറുമ്പ് എങ്ങനെയാ? ചെറുതാണ് അല്ലെ, മഷ്റൂമിനെക്കാട്ടിലും ചെറുതല്ലേ. ദ ആൻഡ് ഈസ് സോ സ്മോൾ സോ ഇറ്റ് ക്യാൻ യൂസ് ദ മഷ്റൂം ആസ് ആൻ അംബ്രല്ല. ഉറുമ്പ് എങ്ങനെയാ? ചെറുതാണ് അല്ലെ, മഷ്റൂമിനെക്കാട്ടിലും ചെറുതല്ലേ, അതുകൊണ്ട് മഷ്റൂം ഒരു അംബ്രല്ല ആയിട്ട് അതിനെ യൂസ് ചെയ്യാം. നമുക്ക് ഇനി കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസും കൂടി നോക്കാം. വാട്ട് ഡിഡ് ദ ആൻഡ് ഡു ആഫ്റ്റർ സീയിങ് ദ മഷ്റൂം? മഷ്റൂം കണ്ടതിന് ശേഷം ഉറുമ്പ് എന്താണ് ചെയ്തത് എന്നാ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. എന്താ ചെയ്തത്? ഓടി പോവാണ് ചെയ്തത് അല്ലെ. ദ ആൻഡ് റാൻ ടുവേർഡ്സ് ദ മഷ്റൂം. മഷ്റൂമിന്റെ അടുത്തോട്ട് ഓടി പോവാണ് ചെയ്തത്. ദെൻ വാട്ട് വാസ് ദ കളർ ഓഫ് ദ മഷ്റൂം? കൂണിന്റെ നിറം എന്തായിരുന്നു? റെഡ് കളർ ആയിരുന്നു അല്ലെ. ദ മഷ്റൂം വാസ് റെഡ് ഇൻ കളർ. വാട്ട് ഡിഡ് ദ ആൻഡ് ഡിസൈഡ് ടു മേക്ക് ദ മഷ്റൂം? ഉറുമ്പ് മഷ്റൂമിനെ എന്താക്കി മാറ്റാനാ തീരുമാനിച്ചത്? ഒരു അംബ്രല്ലയാക്കി മാറ്റാനാണ് തീരുമാനിച്ചത് അല്ലെ. ദ ആൻഡ് ഡിസൈഡഡ് ടു മേക്ക് ഇറ്റ് ആൻ അംബ്രല്ല. Where did the ant sit? എവിടെയാണ് ഉറുമ്പ് ഇരുന്നത്? എവിടെയായിരുന്നത്? അണ്ടർ ദ മഷ്റൂം അല്ലെ. ദ ആൻഡ് സാറ്റ് അണ്ടർ ദ മഷ്റൂം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ആക്ടിവിറ്റി ബുക്കും അതുപോലെ തന്നെ സ്റ്റോറിയുടെ ബാക്കി നോക്കാം കേട്ടോ.